ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമിയാണെന്ന് ഏപ്രിൽ 17 ബുധനാഴ്ച. ശ്രീരാമചന്ദ്രൻ്റെ ജന്മദിനം, താരാദേവിയുടെയും ജന്മദിനം. നവമി വ്രതം ആചരിച്ചാൽ ഒരിക്കലും ശത്രുബാധ ഏൽക്കില്ല എന്നാണ് പറയാം. അതായത് ശത്രുബാധ ഏൽക്കാതിരിക്കാനുള്ള ഉത്തമ വ്രതമായി അറിയപ്പെടുന്നതാണ് നവമി വ്രതം. പ്രത്യേകിച്ച് എല്ലാ മാസവും ശുക്ലപക്ഷ നവമിയിൽ വ്രതം എടുക്കുന്നതും ഗൗരി പൂജ ചെയ്യുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നു. ഏപ്രിൽ 18 ദശമിയാണ്. 19 വെള്ളിയാഴ്ച. ഏകാദശിയാണ് കാമത ഏകാദശി. 20 വാമന ദ്വാദശിയുമാണ്. സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്ന സർവ്വപാപഹരിയായ തിഥികളാണ് രാമനവമിയും കാമത ഏകാദശി തിഥിയും. ബ്രഹ്മഹത്യ പോലുള്ള ഘോര അപരാധങ്ങൾ പോലും നശിപ്പിക്കുകയും വാജപേയ യജ്ഞത്തിൻ്റെ ഫലം നൽകുന്നതുമാണ് കാമത ഏകാദശി വ്രതം. നമ്മുടെ കാമനകളെല്ലാം സാധിപ്പിച്ചു തരുന്ന വ്രതമാണ്. സർവകാര്യ പ്രാപ്തി നൽകുന്ന വ്രതമാണ്. നഷ്ടപ്പെട്ട ജീവിതവും നഷ്ടപ്പെട്ട പുണ്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന വ്രതമാണ്. കൂടാതെ സകല ശാപദോഷങ്ങളും വിട്ടൊഴിയുന്നതിനും സഹായിക്കുന്ന വ്രതമാണ് കാമത ഏകാദശി വ്രതം. വ്രതമാഹാത്മ്യ കഥ എന്ന് പറയുന്നത് ലളിത എന്ന അപ്സരസ് വിധിപ്രകാരം ഏകാഗ്രതയോടുകൂടി കാമത ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിനത്തിൽ രാവിലെ ബ്രാഹ്മണ ദക്ഷിണയും ദാനമൊക്കെ നൽകിയതിന് ശേഷം വ്രതം സമർപ്പിക്കുന്നു. കൂടാതെ തൻ്റെ ഏകാദശി വ്രത പുണ്യം തൻ്റെ ഭർത്താവിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ശാപം കാരണം നരഭോജിയായ ഘോര രാക്ഷസനായി കാനനത്തിൽ വസിച്ചിരുന്ന ലളിതയുടെ ഭർത്താവിന് ശാപമോക്ഷം ലഭിക്കുകയും ഗന്ധർവനായി സ്വന്തം രൂപത്തിലേക്ക് മാറാനും സാധിക്കുന്നു. പിന്നീടുള്ള കാലം അതിതേജസാർന്നൊരു ജീവിതം രണ്ടുപേരും നയിക്കുകയും ചെയ്തു എന്നാണ് കഥ. 19 വെള്ളിയാഴ്ചയാണ് സർവ്വാഭീഷ്ടങ്ങളും നൽകുന്ന, സർവ്വകാമനകളും പൂർത്തീകരിക്കുന്ന, സർവ്വകാര്യപ്രാപ്തി നൽകുന്ന കാമത ഏകാദശി തിഥി വരുന്നത്. 18 ദശമി ദിനത്തിലും 20 വാമന ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ഊണെടുക്കുക. ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിച്ച് 20 രാവിലെ 6:15 8:45 ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി ഉപവാസ വ്രതം അവസാനിപ്പിക്കാം. ദശമി ദിനത്തിലും ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ഊണെടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായി പറയുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ മുഴുവൻ സമയവും നാമജപം നടത്തുന്നതും തുളസി കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഹരിവാസര സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നതും പുണ്യ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമായി പറയപ്പെടുന്നു. ഹരിവാസരം വരുന്നത് ഏകാദശി ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 20 വെളുപ്പിന് 2:45 വരെയാണ് ഹരിവാസര സമയം. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭദിനം എന്ന് പറയുന്നത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രതിപദ മുതൽക്കാണ്. അതായത് ചൈത്ര നവരാത്രിയുടെ ആരംഭദിനം. ഇന്ന് 9-ാം ദിനം, നവമി ദിനത്തിലാണ് ശ്രീരാമ ജയന്തി. പ്രതിപദ എന്നാൽ പ്രഥമ അഥവാ 1. ചൈത്രമാസേ ജഗത് ബ്രഹ്മ സർ പ്രഥമ്യേ ഹാനി എന്ന് വെച്ചാൽ ചൈത്രമാസത്തിലെ ആദ്യ ദിനത്തിൽ ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു എന്ന് ബ്രഹ്മപുരാണം പറയുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് ചൈത്രമാസം. പ്രത്യേകിച്ച് ചൈത്രമാസത്തിലെ പ്രതിപദ ദിനം. സത്യയുഗത്തിൽ ഭഗവാൻ മത്സ്യാവതാരമെടുത്തു. ഹയഗ്രീവൻ എന്ന അസുരനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത ദിനമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടുകൂടി അധർമ്മങ്ങളെയെല്ലാം നശിപ്പിച്ച് യുധിഷ്ഠിരൻ തിരിച്ച് രാജ്യം നേടുന്നു. രാജ്യാഭിഷേകം ചെയ്ത സുദിനമാണ്. കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കൃഷ്ണവർഷം ആരംഭിക്കുന്നു. അതായത് കലിയുഗത്തിൻ്റെ ആരംഭം കുറിച്ചതും ഇതേ വർഷ പ്രതിപദ ദിനത്തിലാണ്. സാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ചൈത്ര നവരാത്രി. ശ്രീരാമദേവൻ്റെയും താരാദേവിയുടെയും ജന്മദിനം കൂടിയാണ് ഇന്നത്തെ നവമി ദിനം. ഇന്ന് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. സർവ്വ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സർവ്വ അഭീഷ്ടങ്ങളും ഒക്കെ നൽകുന്ന ദിനമാണ് ശ്രീരാമനവമി എന്ന് പറയുന്നത്. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ദിനങ്ങളായതുകൊണ്ട് തന്നെ ചൈത്ര നവരാത്രി രാമനവരാത്രി എന്നും അറിയപ്പെടാറുണ്ട്. എണ്ണമറ്റ മഹാപുരുഷന്മാർക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ ഭാരതം. ധർമ്മനിഷ്ഠ, സമദർശനം, ത്യാഗം, വിനയം, ക്ഷമ, കാരുണ്യം, അങ്ങനെ ഒരുപാട് ഉത്തമ ഗുണങ്ങളിലൂടെ സ്വന്തം ജീവിതത്തിലൂടെ നമ്മുടെ ഭാരതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവർ ലോകത്തിന് തന്നെ മാതൃകയാക്കി. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ കൂട്ടത്തിൽ ഈശ്വരൻ മനുഷ്യരൂപം കൊണ്ട് കോടാനുകോടി ജനഹൃദയങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ചരിത്ര പുരുഷൻ തന്നെയാണ് ശ്രീരാമൻ.
സർവ്വഗുണങ്ങളും തികഞ്ഞവനാണ് രാമൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാമായണം ആരംഭിക്കുന്നത്. ശ്രീരാമനെ പോലെയായി തീരാനായിരിക്കണം നമ്മൾ രാമായണം പഠിക്കേണ്ടത് എന്നാണ് ഗുരുക്കന്മാർ പറയുക. ശ്രീരാമകഥയിലെ ഓരോ സംഭവത്തിനും ആന്തരിക അർത്ഥമുണ്ട്. ഒരു സാധകൻ്റെ പടിപടിയായുള്ള ആത്മീയ വികാസമാണ് രാമായണത്തിലെ ഓരോ സംഭവവും സൂചിപ്പിക്കുന്നത്. ശ്രീരാമൻ പരമാത്മാവാണെങ്കിൽ സീതാദേവി മനസ്സായിരുന്നു. നമ്മൾക്കറിയാം, നമ്മൾ ലൗകിക വസ്തുക്കളെല്ലാം സത്യമാണ് എന്ന് ഭ്രമിച്ച് അവയെ കാമിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കായി ഓടി ഓടി നടക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഭ്രമത്തിൽ നമ്മൾ പരമാത്മാവിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. അതാണ് സീത അനുഭവിച്ചതും സീതയിലൂടെ നമുക്ക് കാണിച്ചു തന്നതും. രാമഭക്തിയിലൂടെ പരമപദം പ്രാപിച്ച എത്രയോ പുണ്യാത്മാക്കളുള്ള നാടാണ് നമ്മുടെ ഭാരതം. ഇന്ന് ഭരണാധികാരികൾ അഴിമതിക്കും അധർമ്മത്തിനും പ്രലോഭങ്ങൾക്കും കീഴ്പ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീരാമൻ എന്ന ഭരണാധികാരിയുടെ ത്യാഗപൂർണമായ ചരിത്രം അന്ധകാരത്തിലെ ഒരു ദീപസ്തംഭം തന്നെയാണ്. സർവോപരി ശ്രീരാമനെ പരമാത്മാവായി അറിയുന്നവർ മാത്രമാണ് രാമനെ അറിയുന്നത്. രാമനെ പോലെയാകാൻ, രാമനായിത്തീരാൻ നമ്മൾക്കേവർക്കും രാമായണം പഠിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ശ്രീരാമനവമി ആശംസകൾ, കാമദ ഏകാദശി ആശംസകൾ. നന്ദി, നമസ്കാരം.